ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നാസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഓണത്തിന്റെ സ്പെഷ്യൽ വിഭവമായ നമ്മുടെ പച്ചടി ഒരു വ്യത്യസ്ത രീതിയാണ്. ഇഞ്ചി പച്ചടി വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ്. നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നി പച്ചടി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ. എല്ലാവരും ബീട്രൂട്ട് പച്ചടിയൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നില്ല, അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ നമ്മുടെ നാടൻ രീതിയിൽ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഏകദേശം ഒരു അരക്കപ്പോളം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത്. ഇഞ്ചി ചെറുതായിട്ട് നുറുക്കുമ്പോൾ നമ്മൾ ചോപ്പർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ തോരനൊക്കെ അരിയുന്നത് പോലെ നന്നായിട്ട് കൊത്തി എരിഞ്ഞെടുത്ത ഇഞ്ചി, ഒരു അരക്കപ്പ് ഇഞ്ചിയുണ്ട്. വലിയ 2 കഷ്ണം ഇഞ്ചി എടുത്തതാണിത്. അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പില, 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കിയത്, 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത്, അതിൻ്റെ കൂടെ അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ 5 ടേബിൾ സ്പൂണെങ്കിലും തേങ്ങ ഉണ്ടാവും. ഇത് ഏകദേശം, അതായത് അരക്കപ്പോളം തേങ്ങ ഉണ്ടാകും. ഈ തേങ്ങയുടെ കൂടെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് തൈരാണ്. തൈര് ഒരു 2 കപ്പ്, സാമാന്യം വലിപ്പമുള്ള കപ്പിൽ 2 കപ്പ് തൈരുണ്ട്. 1/2 കിലോ തൈരുണ്ട് ഇത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും മാത്രം മതി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. കടുക് അരച്ച് കിട്ടാൻ തേങ്ങ അരയുന്നതിനെക്കാട്ടിലും താമസമാണ്. അതുകൊണ്ടാണ് കടുക് ആദ്യമേ എടുത്ത് പൊടിച്ച് എടുക്കുന്നത്. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കുന്നു. നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് പൊടിക്കുന്ന പാത്രത്തിലായാണ് ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുന്നു. അപ്പോൾ ഇത് അരച്ച് നല്ല മഷി പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ട് ചൂടായി വരുന്ന പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു നുള്ള് കടുക് ചേർക്കാം. ഓൾറെഡി നമ്മൾ കടുകാണല്ലോ അരച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒരു നുള്ള് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വലിയ കറിവേപ്പിലയാണെങ്കിൽ കുറച്ച് ചെറുതായിട്ട് നുറുക്കി എടുക്കുന്നത് നല്ലതാണ്. പച്ചമുളക് നുറുക്കി വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി വെച്ചത്, ഞാൻ പറഞ്ഞ പോലെ ചോപ്പർ ഉപയോഗിച്ചിട്ട് എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അതില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇഞ്ചി നന്നായിട്ട് കൊത്തി എരിഞ്ഞെടുത്താൽ മതി. ഒരു അരക്കപ്പോളം ഇഞ്ചിയുണ്ട് ഇത്. ഇഞ്ചി ഇതിനകത്ത് കടിക്കത്തൊന്നുമില്ല, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണിത്. ഈ പച്ചടി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു റിഫ്രഷിംഗ് ആയിട്ട് നമുക്ക് ഈ പച്ചടി കഴിക്കുമ്പോൾ തോന്നും. അപ്പോൾ ഈ ഇഞ്ചിയും ഉള്ളിയെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി ഇഞ്ചിയുടെ ഈ പച്ചക്കൊത്ത് ഒന്ന് മാറുന്നിടം വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ എങ്ങനെ വഴറ്റുമ്പോൾ ഇഞ്ചിയുടെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരും. ഒരു ചെറിയ യെല്ലോയിഷ് ബ്രൗൺ ആ ഒരു കളർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. ചെറിയ യെല്ലോയിഷ് ബ്രൗൺ കളറൊക്കെ ആദ്യം വരെ നന്നായിട്ട് നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. അപ്പം നല്ല ഇഞ്ചിയുടെ മണമൊക്കെ വരുന്നുണ്ട്. ചെറിയ നുറുങ്ങളായിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. ഒരു 2 മിനിറ്റിനുള്ളിൽ വഴന്ന് കിട്ടും ഇത്. അധികം ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത്. അപ്പം ഇത് ഏകദേശം ഇപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് അതിൻ്റെ കൂടെ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ തേങ്ങയുടെയും കടുകിൻ്റെയൊക്കെ പച്ചക്കുത്ത് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഏകദേശം ഇത്രയും വെള്ളം മതിയാകും. ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി.
ഞാൻ നേരത്തെ ചേർക്കുന്നു മാത്രമേ ഉള്ളൂ. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാതിരിക്കാനാണ്. ഇതിപ്പോൾ 1 കപ്പ് തൈര് ചേർക്കുന്നേ കാണിച്ചിട്ടുള്ളൂ, പക്ഷെ 2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 കിലോ തൈരുണ്ടത്. അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരിന്റെ കട്ട ഒന്ന് മാറി കിട്ടുന്നിടം വരെ നന്നായിട്ട് ഇളക്കി ബ്ലെൻഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. മിക്സിയിലിട്ട് നമ്മൾ തൈര് അടിച്ചതിന് ശേഷം ഇതിൽ ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ ലൂസായിട്ടിരിക്കും. നല്ല തിക്കായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ തൈര് അതേപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ പൂണിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഇതിലൊന്ന് ചേർത്ത് കൊടുത്താലും മതി. കട്ട പോലെ തന്നെ നമുക്ക് ആ തിക്നെസ്സോടുകൂടി തന്നെ നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം നമ്മുടെ പച്ചടി ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വറവ് ചേർക്കുന്നുണ്ട് ഇതിൽ. അപ്പം നമ്മൾ ചൂടായി വരുന്ന പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, സാധാരണ പോലെ വെളിച്ചെണ്ണ ചേർക്കുന്നു. ഒരു നുള്ള് കടുക് ചേർത്തിട്ട് ഒരു നുള്ള് മാത്രമേ ഇടുന്നുള്ളൂ. ഓൾറെഡി കടുക് ഉള്ളതുകൊണ്ട് ഒരു നുള്ള് കടുക് ഇടുന്നു. അതൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് കറിവേപ്പില 2-3 ചേർത്ത് കൊടുക്കാം. ഒരു വറ്റൻമുളകോടെ ഒടിച്ചിട്ട് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ താളിപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഞ്ചിയൊക്കെ നല്ല പ്രതിരോധ ശേഷിക്ക് ഈ സീസണിൽ നല്ലതുമാണല്ലോ. പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ഇഞ്ചി പച്ചടി നമ്മുടെ ഓണസദ്യയോടെ ഈ പ്രാവശ്യം നമുക്ക് കഴിക്കാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അടുത്ത വിഭവമായി വീണ്ടും കാണാം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടെ ബെല്ലൈക്കൺ ഓളെന്ന് കൂടെ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.